വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രായോഗിക വഴികാട്ടി. വിദ്യാർത്ഥികളുടെ അക്കാദമിക് വിജയം, സമ്മർദ്ദം കുറയ്ക്കൽ, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയ്ക്ക് സമയപരിശീലനം നിർണായകമാണ്. മുൻഗണന നൽകുന്നതും ലക്ഷ്യങ്ങൾ വയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള ഫലപ്രദമായ സമയപരിപാലന കഴിവുകൾ ഉയർന്ന ഗ്രേഡുകളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. നേരെമറിച്ച് അലസതയും മൾട്ടി ടാസ്കിങ്ങും പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഐസൻഹോവർ മാട്രിക്സ്, പൊമഡോറോ ടെക്നിക്, സ്ഥിരമായ ഉറക്കശീലങ്ങൾ തുടങ്ങിയ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് ഫലങ്ങളും മാനസികാരോഗ്യവും ഗണ്യമായി മെച്ചപ്പെടുത്തും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയപരിപാലനം ഒരു കലണ്ടർ വൃത്തിയായി സൂക്ഷിക്കുന്നതിനപ്പുറം അവരുടെ അക്കാദമിക് വിജയം, സമ്മർദ്ദം കുറയ്ക്കൽ, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അസൈൻമെന്റുകൾ, സാമൂഹിക ജീവിതം, വിശ്രമം എന്നിവ സന്തുലിതമാക്കാൻ വിദ്യാർത്ഥികൾ പാടുപെടുന്നതായി സർവേകളും ഗവേഷണങ്ങളും ആവർത്തിച്ചു കാണിക്കുന്നു. അതിനാൽ സമയപരിപാലനത്തിനുള്ള ഈ കഴിവ് നേടുന്നത് ജീവിതകാലം മുഴുവൻ പ്രയോജനം ചെയ്യും. സമയപരിപാലനം ഒരു സോഫ്റ്റ് സ്കിൽ മാത്രമല്ല, ഫലങ്ങളെ അളക്കാൻ കഴിയുന്ന ഒരു പ്രവചിക കൂടിയാണ്. അലസത വെറുമൊരു വ്യക്തിത്വ വൈകല്യമല്ല, മറിച്ച് സമയപരിപാലനത്തിലെ വൈദഗ്ധ്യക്കുറവ് രൂപപ്പെടുത്തിയ ഒരു പെരുമാറ്റ തിരഞ്ഞെടുപ്പാണ്. സമയപരിപാലനം മെച്ചപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു ഉൽപാദനക്ഷമതാ ഹാക്ക് എന്നതിലുപരി അക്കാദമിക് വിജയം, അതിജീവനശേഷി, മാനസികാരോഗ്യം എന്നിവയുടെ മൂലക്കല്ലാണ്. പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ഗവേഷണങ്ങൾ സ്ഥിരമായി തെളിയിക്കുന്നത് മുൻഗണന നൽകൽ, ലക്ഷ്യം വെക്കൽ, സജീവമായ നിരീക്ഷണം, ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പഠന സെഷനുകൾ, മതിയായ വിശ്രമം, ദിനചര്യകൾ രൂപപ്പെടുത്തൽ എന്നിവ നേട്ടങ്ങളുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതാണ്. സമയപരിപാലനത്തിൽ വൈദഗ്ധ്യം നേടാനുള്ള ചില നുറുങ്ങുകൾ ഇതാ. 1. ഐസൻഹോവർ മാട്രിക്സ് ഉപയോഗിച്ച് മുൻഗണന നൽകുക. വിദ്യാർത്ഥികൾ പലപ്പോഴും അടിയന്തര ജോലികളെ പ്രധാനപ്പെട്ട ജോലികളുമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ജോലികളെ അടിയന്തരം, പ്രധാനം എന്നീ 4 മേഖലകളായി വിഭജിക്കുന്ന ഐസൻഹോവർ മാട്രിക്സ് സമയം യുക്തിസഹമായി വിനിയോഗിക്കാൻ സഹായിക്കുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും ഡെഡ്ലൈനുകളെ സമീപിക്കുമ്പോൾ വ്യക്തമായ ദിശാബോധം നൽകുകയും ചെയ്യുന്നു. 2. ലക്ഷ്യങ്ങളെ ചെറുതും നേടാനാകുന്നതുമായ ജോലികളായി വിഭജിക്കുക. വലിയ അസൈൻമെന്റുകൾ ഭയമുണ്ടാക്കുമ്പോൾ സ്ഥിരത മെച്ചപ്പെടുത്തുവാൻ അവയെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക. ഉദാഹരണത്തിന്, എൻ്റെ ചരിത്ര പ്രബന്ധം എഴുതുക എന്നതിന് പകരം ഒരു വിദ്യാർത്ഥി ഇന്ന് 3 സ്രോതസ്സുകൾ ശേഖരിക്കുക, നാളെ രൂപരേഖ തയ്യാറാക്കുക എന്ന് ആസൂത്രണം ചെയ്യണം. 3. സജീവമായ സമയ ട്രാക്കിംഗ് ഉപയോഗിക്കുക. സമയം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം നിർണായകമാണ്. സമയം സ്വയം നിരീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഗണ്യമായ ഉയർന്ന ഗ്രേഡ് പോയിന്റ് ശരാശരി റിപ്പോർട്ട് ചെയ്യുന്നു. ദിവസേനയുള്ള പഠന സമയം രേഖപ്പെടുത്തുന്നത് കാര്യക്ഷമതയില്ലായ്മ തിരുത്താൻ സഹായിക്കും. 4. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പൊമഡോറോ ടെക്നിക് പ്രയോഗിക്കുക. പൊമഡോറോ ടെക്നിക് ശ്രദ്ധാപരിധിയുടെ ചക്രങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. ആസൂത്രിതമായ ഇടയ്ക്കിടെയുള്ള ഇടവേളകൾ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുകയും
ക്ഷീണം കുറയ്ക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിനർത്ഥം കൂടുതൽ സമയം പഠിക്കുന്നതിന് പകരം കൂടുതൽ കാര്യക്ഷമമായി പഠിക്കുന്നു എന്നതാണ്. 5. ഉറക്കത്തെ ഒരു നിക്ഷേപമായി സംരക്ഷിക്കുക. സമയപരിപാലനം പഠന സമയത്തെക്കുറിച്ച് മാത്രമല്ല, വീണ്ടെടുക്കലിനെക്കുറിച്ചും ഉള്ളതാണ്. സ്ഥിരമായ ഉറക്കം ഉറപ്പാക്കാൻ സമയം കൈകാര്യം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും ഉയർന്ന വരുമാനം നൽകുന്ന തന്ത്രങ്ങളിൽ ഒന്നാണ്. 6. മൾട്ടി ടാസ്കിംഗ് പരിമിതപ്പെടുത്തുക. ഡീപ് വർക്ക് അഥവാ ആഴത്തിലുള്ള ജോലി ശ്രദ്ധിക്കുക. മൾട്ടി ടാസ്കിംഗ് സമയം ലാഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയുമായി മൾട്ടി ടാസ്കിങ്ങിൽ ചെലവഴിക്കുന്ന ഓരോ അധിക മണിക്കൂറും കുറഞ്ഞ മൊത്തത്തിലുള്ള GPAയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. അതിനാൽ ഒറ്റ ടാസ്ക് പഠന കാലയളവുകൾ, ഫോണുകൾ ഓഫാക്കുക, ടാബുകൾ അടയ്ക്കുക അനുവദിക്കുന്നത് നിർണായകമാണ്. 7. ഷെഡ്യൂളുകൾ മാത്രമല്ല, ദിനചര്യകളും നിർമ്മിക്കുക. ദിവസേനയുള്ള പഠന ദിനചര്യകൾ തീരുമാനമെടുക്കുന്നതിലെ ക്ഷീണം കുറയ്ക്കുകയും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രഭാതത്തിലോ വൈകുന്നേരങ്ങളിലോ പഠനാനുഷ്ഠാനങ്ങൾ സ്ഥാപിക്കുന്നത് കാലക്രമേണ നിങ്ങളുടെ പ്രകടനത്തെ മാറ്റിമറിക്കും. ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ പഠന ദിനചര്യയിൽ ചേർത്ത് നിങ്ങളുടെ ഷെഡ്യൂളുകളുടെ നിയന്ത്രണം വീണ്ടെടുക്കുക, സമ്മർദ്ദം കുറയ്ക്കുക, അക്കാദമിക്കായും വ്യക്തിപരമായും മികച്ച പ്രകടനം നടത്തുക.